എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ജോർജ് ബ്രദർ ഒരു ഞായറാഴ്ച ഈ മെസ്സേജ് അവർ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പറയും, നമ്മൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും പിന്നെ ബി പേഷ്യൻ്റ്, കാത്തിരിപ്പോടും അന്യോന്യ സ്നേഹത്തോടു കൂടി ഭാരങ്ങളെ വഹിച്ചുകൊണ്ടും ആത്മാവിൽ ഐക്യം സമാധാന ബന്ധത്തിൽ കാത്തും നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യം. ബൈബിളിൽ ക്ഷമ എന്നൊരു വാക്കുണ്ട്, പാപക്ഷമ. ശരിയല്ലേ? നമ്മൾ കർത്താവ് എപ്പോഴാണ് ക്ഷമ കിട്ടുന്നത്? ക്ഷമ കിട്ടുന്നത് പറയുമ്പോഴല്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് ക്ഷമ കിട്ടുന്നത്. ഇത്തവണ കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ വിഷയം തന്നെ ടേണിംഗ് പോയിൻ്റ് എന്നാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, റെയ്നാഡ് ബോംബെ എറണാകുളത്ത് വന്നിട്ട് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു ചെറിയ സംഭവത്തിലൂടെ പറഞ്ഞു, ഇങ്ങോട്ട് നടക്കുന്നവൻ പെട്ടെന്നൊരു എബോട്ട് ടേൺ അടിച്ച് അങ്ങോട്ട് തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപക്ഷമ വരുന്നത്. അതിന് വന്നത് ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയാണ്. ഒരാളുടെ മാനസാന്തരത്തിൻ്റെ തുടക്കം തെറ്റായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ശരിയായ കാര്യത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നതിനെയാണ് പാപക്ഷമ എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമ എന്നൊരു വാക്കുണ്ട്. ക്ഷമ എന്നല്ല അതിൻ്റെ അർത്ഥം, വേറൊരു വാക്ക് വേണമെങ്കിൽ പറയാം, വെയിറ്റിംഗ്, കാത്തിരിക്കുക. എന്താണ് മലയാളത്തിലൊരു ദീർഘക്ഷമ? ദീർഘക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം കാത്തിരിക്കുക എന്നർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ കാത്തിരിപ്പ് എത്ര പേർക്ക് ഇഷ്ടമെന്നാണ് ചോദ്യം. ക്രിസ്തീയത്തിൽ ഭൂരിപക്ഷം പേർക്കും കാത്തിരിപ്പ് ഇഷ്ടമല്ല. പെട്ടെന്ന് നടക്കണം കാര്യങ്ങൾ. പെട്ടെന്ന് നടന്നില്ലെങ്കിൽ ദൈവത്തോടും പിണങ്ങും, പ്രാർത്ഥിക്കാൻ പറഞ്ഞ നമ്മളോടും പിണങ്ങും, പാസ്റ്ററോടും പിണങ്ങും. ഒത്തിരി കാര്യങ്ങൾ പിണക്കുണ്ടാവും വിചാരിച്ച സമയത്ത് നടന്നില്ലെങ്കിൽ. ശരിയല്ല? എന്നാൽ ഈ ക്രിസ്തീയത്തിൽ ക്ഷമ കൊണ്ട് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് ഒരുപക്ഷെ ശോധനകൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, വെല്ലുവിളികൾ വന്നേക്കാം.
എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വന്നേക്കാം. അവിടെയാണ് ഈ കാത്തിരിപ്പിൻ്റെ കാര്യം. വെയിറ്റിംഗ് എന്നുള്ള വാക്കിനർത്ഥം കാത്തിരിക്കുക എന്നൊന്ന് വെറുതെ കാത്തിരിക്കല്ല, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നുള്ളത്. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കാത്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലോങ് സഫറിങ്ങും വെയിറ്റിങ്ങും ഒക്കെ അർത്ഥം വരാം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താ അറിയാം, ബൈബിളിൽ കാത്തിരുന്ന പലരുമുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ വലിയ അത്ഭുതകരമായ സാഹചര്യങ്ങൾ ദൈവം തുറന്നിട്ടുണ്ട്. ഒന്ന്, പഴയ നിയമത്തിൽ നോക്കിയാൽ അബ്രഹാമിനെ കാണും. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹിതൻ മാത്രമല്ല, ഭയങ്കര കാത്തിരിപ്പുകാരനായിരുന്നു. കാരണം തന്നെ വിളിച്ചപ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിച്ചു, അവിടേക്ക് സ്റ്റാർട്ടായി. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും, അതങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിലും അപ്പനെയും മറ്റുള്ളത് ഉപേക്ഷിക്കാന്നല്ല ഇതിനർത്ഥം. ഈ അബ്രഹാമിൻ്റെ കൂടെ ആരറിഞ്ഞിരിക്കും? അപ്പം അപ്പന് മോനോട് സ്നേഹമില്ലാണ്ട് ഇറങ്ങിത്തിരിക്കും. ഒന്നും പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞ് അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ എൻ്റെ മോനെ, നിന്നെ ഞാൻ കൈവിടില്ല, നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ, എൻ്റെ നല്ല സ്വഭാവമാണ്, നീ വിശ്വസ്തനാണ്, പറഞ്ഞതനുസരിക്കുന്നവനാണ്, നീ എൻ്റെ രക്തത്തിൽ രക്തമാണ്, നീ എവിടേക്ക് പോയാലും ഞാൻ സഹിക്കാം, ഞാൻ നിൻ്റെ കൂടെ വരാൻ നീ തേരക് പറഞ്ഞല്ലോ, അല്ലാണ്ട് ഇറങ്ങിത്തിരിക്കുമോ? ഇനി തേരക് മാത്രമാണ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ നമുക്ക് ചിന്തിക്കാം തേരക് മാത്രം വന്നേന്ന്. അല്ല, തൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോനുമുണ്ട്. അതെന്തുകൊണ്ട്? വിളിച്ചത് തേരകിനെയാണോ ലോത്തിനെയാണോ? അല്ല. വിളിച്ചത് തേരകിനെയാണോ? അല്ല. വിളിച്ചത് ആരെയാണ്? പക്ഷെ അബ്രഹാമിൻ്റെ ഇൻഫ്ലുവൻസ് ആരിലുണ്ട്? ലോത്തിലുണ്ട്, തേരകിലുണ്ട്. അവരിറങ്ങി പുറപ്പെട്ടു. ഈ അബ്രഹാമിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ വലിയൊരു ജാതി, നിൻ്റെ സന്തതി പരമ്പര എണ്ണിയാൽ ഒതുങ്ങാത്തൊരു വലിയ കൂട്ടമാണ്, നിന്നിലൂടെ ഈ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ഈ അബ്രഹാമിന് നൽകിയത്. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിയെ പോലും 25 കൊല്ലത്തേക്ക് കിട്ടിയില്ല. അനേക തലമുറകളുടെ ജാതിയാക്കുമെന്ന് പറയുന്ന വിധവാക്കെന്ന് പറഞ്ഞ ആൾക്ക് ആരുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളില്ലെങ്കിൽ, 8 കൊല്ലം കഴിഞ്ഞ് കുട്ടികളില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ? അവർ അനുഭവിക്കുന്ന വേദനയും നിന്ദയും എന്താ? ചിന്തിച്ചു നോക്കിയാൽ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. മക്കളില്ലാത്ത അനേകർ ഈ ലോകത്തുണ്ട്. ഒത്തിരി ചികിത്സ ചെയ്യുന്നവരുണ്ട്. ഇനി മക്കളുണ്ടായിട്ട് മക്കളെ ചൊല്ലി കരയുന്നവരുണ്ട്. മക്കൾ കർത്താവിൽ പ്രിയപ്പെട്ടവരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവിടെ അബ്രഹാം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പ്രാർത്ഥന കുറഞ്ഞില്ല, വാക്തത്വം കുറഞ്ഞില്ല, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആരും ഉറച്ചു നിന്നു. ചെന്ന സ്ഥലത്തൊക്കെ യാഗപീഠം പണിതു, വാക്തത്വങ്ങളെ ഓർത്തു. ലോത്തിൻ്റെ ആൾക്കാരും ഇളയപ്പൻ്റെ ആൾക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് 1 രൂപ പോലും വേണ്ട,
നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളം പറഞ്ഞു. ആരെങ്ങനെ പറയും? ചിന്തിച്ചു നോക്കിയ. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ എനിക്കൊന്നും വേണ്ട, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം അബ്രഹാമിന് ഒരു കാര്യം അറിയാം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരു സമ്പത്തില്ലെങ്കിലും ദൈവം നമ്മെ നോക്കാൻ തയ്യാറാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കാൻ കാര്യങ്ങൾ കഴിയും. അതുകൊണ്ട് അബ്രഹാം നേരെ ഇറങ്ങി പുറപ്പെട്ടു. ലോകത്തിനോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. അപ്പോൾ താൻ എന്ത് ചെയ്തു? നീരൊഴുക്ക് നോക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എന്താ നീരൊഴുക്കിൻ്റെ പ്രത്യേകത? ഇപ്പോഴുള്ളതിൻ്റെ അടുത്താണ് നല്ല പച്ചപ്പുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് കാണുന്ന മനോഹരമായ ദേശം നോക്കി അങ്ങോട്ട് പോയി. പക്ഷെ ആ ദേശം മാറി മാറിപ്പോയി. എവിടെ വരെ ചെന്നു? സോദോം ഗൊമോറ വരെ ചെന്നു. വലിയ വീടൊക്കെ പണിതു. പട്ടണത്തിൻ്റെ വാതിലേക്ക് കാവൽക്കാരനായിട്ടിരുന്നു. പക്ഷേ താൻ ആഗ്രഹിച്ചതും താൻ തീരുമാനമെടുത്തതുമായ നഗരത്തെ ശാശ്വതമായി അവകാശമാക്കാതെ താൻ അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? ഓടിപ്പോരേണ്ടി വന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? പറയാൻ പറ്റുമോ? അല്ല. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ഹാഗാറിലൊരു മകനുണ്ടായി, ഇസ്മായിൽ. പിന്നെ ഒരു പെണ്ണിന് വിവാഹം കഴിച്ചു, അത് 2-3 കുട്ടികളുണ്ടായി. അബ്രഹാമിന് കുട്ടികളുണ്ടായിട്ടുണ്ട്. അബ്രഹാമിന് ഹാഗാറിലും ഉണ്ടായി, പിന്നെ ഒരു ദാസി കെത്തൂറാണ് പേരെന്ന് സംശയം. കാരണം അറിയോ, മോശയുടെ ഭാര്യയുടെ പേരാണ് കെത്തൂറാന്ന് പറയുന്നത്. സിപ്പോറ. ആ, കെത്തൂറ, ശരി, കറക്റ്റാണ്. അതിനും കുട്ടികളുണ്ടായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയും. ഇവിടെ അബ്രഹാമിന് കെത്തൂറയിൽ കുട്ടികളുണ്ടായി. എന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ തിരുത്താനിടയിൽ എൻ്റെ വാക്തത്വം, ഞാൻ നിന്നോട് പറഞ്ഞ വാക്തത്വ സന്തതി ആരില വരമാണത്? സാറായിൽ. അപ്പോൾ പിന്നെ നീ ഹാഗാറിൽ അടുത്തേക്ക് പോകാൻ കാരണം എന്ത്? അതിൻ്റെ ഉത്തരവുണ്ട്. സാറയുടെ വിശ്വാസം കുറഞ്ഞുപോയി. സാറ നിർബന്ധിച്ചു. എന്നാൽ ദൈവം അത് കണക്കിട്ടു. അബ്രഹാമിൻ്റെ സന്തതിയെ നശിപ്പിച്ച് കളയാൻ ദൈവം ആഗ്രഹിച്ചില്ല. പറഞ്ഞു വന്നത്, പിന്നീട് അബ്രഹാമിന് മനസ്സിലായി ദൈവ വാഗ്ദാനങ്ങൾ വിശ്വസ്തമാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ 25 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടികളെ കൊടുത്തു. അതൊരു കാത്തിരിപ്പിൻ്റെ വർഷങ്ങളായിരുന്നു, പ്രാർത്ഥനയുടെ വർഷങ്ങളായിരുന്നു, അത് വാഗ്ദത്തങ്ങൾ നേടുന്ന വർഷങ്ങളായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്തതിയെ കൊടുത്തു. ഞാൻ എന്തുകൊണ്ടാണ് അബ്രഹാം കാത്തിരുന്നപ്പോൾ ഉണ്ടായ സന്തതി ഒരനുഗ്രഹത്തിൻ്റെ സന്തതി എന്ന് പറയാൻ കാരണം അറിയാം? വെറുതെ പറഞ്ഞതല്ല. അബ്രഹാമിനോട് മോറിയ മലയിൽ പോയിട്ട്, മോറിയ ദേശത്തുള്ളൊരു മലയിൽ പോയിട്ട് ഒരു കുഞ്ഞിനെ, നിൻ്റെ പുത്രനെ ബലി കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഇതിന് 10-16 വയസ്സ് പ്രായമുണ്ട്. ആർക്ക്? ഈ അതിൽ സംശയമുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ പകരം
ചില വേദപണ്ഡിതർ 16 വയസ്സ്, 18 വയസ്സ്, 30 വയസ്സെന്നൊക്കെ പറയുന്നവരുണ്ട്. കാലഗണന നോക്കി അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, 30 വയസ്സാണെങ്കിൽ കുറച്ചും കൂടി അതിന് പ്രാധാന്യമുണ്ട്. 16, 18 വയസ്സായ ഒരു ചെറുപ്പക്കാരന് ഒരു യാഗമൃഗത്തിന് പകരം തൻ്റെ പിതാവ് കൈയും കാലും കെട്ടി യാഗപീഠത്തിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവനൊരുത്തിന് അറിയാലോ കൊല്ലാൻ പോവാം. ഞാനെപ്പോഴും ചിന്തിക്കും, നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. അന്ന് നമ്മുടെ ജിയോ ഒരു മെസ്സേജ് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ദൈവമേ, എന്നോട് ചേട്ടൻ പറയും, എടാ നീ ജിയോനിടയ്ക്ക് സമയം കൊടുക്കണം. അവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചില പ്രകാശനങ്ങൾ കിട്ടും. അതുകൊണ്ട് അവസരം കൊടുക്കണം. ഞാനിത് ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറയുമ്പോൾ അവൻ പറയേ, അതുകൊണ്ട് ചേട്ടാ ഈ അടുത്ത ആഴ്ച പറ്റില്ല, പിന്നത്തെ ആഴ്ച പറ്റില്ല. ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് പുള്ളി സമ്മതിക്കുക. പക്ഷെ കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ ദൂതൻ അബ്രഹാമിനെ 2 പ്രാവശ്യം വിളിച്ചു. കാരണം എങ്ങാനും അബ്രഹാം വാളെടുത്ത് വെട്ടോന്ന് പേടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അനേക അത്ഭുതങ്ങളും അനേക അടയാളങ്ങളും അനേക ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിച്ചു ഒരു തലമുറയെ കൊണ്ടുപോയി അബ്രഹാം പറയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായിട്ട് നോക്കി പാർത്തു. കേൾക്കണം, സാധാരണ ഒരു കാര്യമാണ്. അപ്പോൾ അബ്രഹാമിനോട് ഞാൻ ചോദിക്കണം, അബ്രഹാമേ, അങ്ങ് ദൈവസന്നിധിയിൽ കാത്തിരുന്നത് കൊണ്ട് നേട്ടമുണ്ടായോ കോട്ടമുണ്ടായോ? നേട്ടം. എന്തെല്ലാം നേട്ടങ്ങളും. സാറ ഗർഭം ധരിച്ചു. തൻ്റെ മകൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി. ഈ മകൻ ചില്ലറ അനുഗ്രഹിക്കപ്പെടാനല്ല ആയത്. ക്ഷാമകാലത്ത് ആർക്ക് സാധിക്കും? ക്ഷാമകാലത്തെ എല്ലാ സ്ഥലത്തും പട്ടിണിയും പരിപാടും. അതിൻ്റെ മധ്യേ ഇസ്ഹാക്ക് 100-ൽ 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇതൊക്കെ ആര് കണ്ടിട്ടുണ്ട്? അബ്രഹാം കണ്ടിട്ടുണ്ട്. ഒന്ന് അബ്രഹാമാണ് തൻ്റെ ജീവിതത്തിൽ കാത്തിരിപ്പ് കൊണ്ട്, ക്ഷമ കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകിയില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കലിലൂടെ ദൈവം നമ്മളെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവം നമ്മെ പരുവപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പടിഞ്ഞമത്തി നോക്കിയാൽ ദൈവം നമുക്ക് വേണ്ടി പലതും നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ എന്ന് പറയുന്ന കാത്തിരിപ്പിൽ വാക്തത്വങ്ങൾ പ്രാപിക്കാൻ, ഒരുക്കമില്ലെങ്കിൽ ഒരുക്കം പ്രാപിക്കാൻ, ശത്രുവിനെ പരാജയപ്പെടുത്താൻ, അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് സാധിക്കും. ഇനി ബൈബിളിൽ കാണുന്ന ഒരാളാണ് ഹന്ന. ഹന്നയെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. ഹന്ന ശരിക്കും പറഞ്ഞാൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ, പഴയ നിയമത്തിലൊരു മറിയെന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ മറിയം. കാരണം മറിയം പാടിയ പാട്ട് ആരുടെയും തന്നെയല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ഹന്ന ആരുടെ ഭാര്യയായിരുന്നു? എൽക്കാനയുടെ ഭാര്യയായിരുന്നു. എൽക്കാനയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? പെനീന. പെനീനയ്ക്ക് എൽക്കാനയിൽ കുട്ടികളുണ്ടായിരുന്നു, കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു.
അവൾക്ക് ഒത്തിരി കുട്ടികളുണ്ട്. ഹന്നയ്ക്ക് കുട്ടികളുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അവൾ ഒത്തിരി തൻ്റെ ഭർത്താവിനടുത്ത് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് എന്താ കാര്യം, എനിക്ക് കുട്ടികളില്ല, ഇത്ര അപമാനഭാരം ഞാൻ സഹിക്കണം. അവളെന്നെ കളിയാക്കും ചെയ്യുന്നുണ്ട്. ആര്? ഈ എൽക്കാന. അത്രയും പ്രയാസം. അപ്പോൾ ഈ എൽക്കാന എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? നീ എന്തിനടെ പേടിക്കണേ? സാധാരണക്കാർ പറഞ്ഞു, നീ എന്തിനടി പേടിക്കണേ? നിനക്ക് 10 പുത്രന്മാരുണ്ടാവുന്നതിനേക്കാൾ നിനക്ക് ഞാനൊരു ഭർത്താവായിട്ട് ഇരുന്നാൽ പോരെ? ഹന്നയോട് എൽക്കാന പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ ഇല്ലാത്ത മക്കൾക്ക് വരെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പോലും ഒരു സ്ത്രീക്ക് കുട്ടികളില്ലെങ്കിൽ ആകെ എന്തുതന്നെ ഈ ആശ്വാസവാക്കൊന്നും ആശ്വാസവാക്കല്ല. നമ്മുടെ മക്കളിപ്പോൾ തെറ്റ് ചെയ്താലും വഴക്ക് പറഞ്ഞാലും അവരല്പം താന്തോന്നികളായിട്ട് പോയാലും നമുക്കവരോട് ഒരമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റും. ശരിയല്ല. കാരണം ദൈവിക വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിച്ചാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണം. ഇവിടെ ഹന്ന അബ്രഹാമിനെ പോലെയല്ല. അബ്രഹാമിന് ദൈവം അങ്ങോട്ട് വാഗ്ദത്തം കൊടുത്തു, എൻ്റെ മകനെ ഞാൻ ഇങ്ങനെയാക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇവള് കുറേ നാൾ എന്ത് ചെയ്തു? കാത്തിരുന്നു, കുട്ടികളില്ല. പക്ഷേ പ്രാർത്ഥന മുടക്കിയില്ല, പള്ളിപ്പോക്ക് നിർത്തിയില്ല, ദൈവസ്ഥാനത്തിൽ കരയുന്നു നിർത്തിയില്ല. അവൾ ഒറ്റ കൈക്ക് ദൈവത്തോട് കാര്യം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളിൽ കർത്താവിനെ തോൽപ്പിച്ച ഒരു നേർച്ച നടത്തിയവളാണ് ആര്? ഹന്ന. ഇതിൻ്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുക. അതായത് കർത്താവിനെ തോൽപ്പിച്ചു എന്ന് പറയാൻ കാരണം എന്താ? പല ആൾക്കാരും പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചു. പക്ഷെ ഞാൻ പറയും, ഹന്ന കർത്താവിനെ, നമ്മൾ കർത്താവിനെ തോൽപ്പിച്ചാലും കർത്താവ് നമ്മളെ തോൽപ്പിച്ചാലും നമുക്ക് ട്രോഫി കിട്ടാം കേട്ടോ. നമ്മൾ കർത്താവിനെ തോൽപ്പിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. ദൈവം നമ്മളെ തോൽപ്പിച്ചാലും അനുഗ്രഹം കിട്ടും. പക്ഷെ പിശാച് തോൽപ്പിച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ക്ഷീണം ലഭിക്കും. നമുക്ക് കൊല്ലുവാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്ന ഒത്തിരി ദുഃഖമുണ്ടാവും, വേദനയുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, എന്തുകൊണ്ട് ഹന്ന കർത്താവിനെ തോൽപ്പിച്ചു? ഉത്തരം ഒന്നേ ഉള്ളൂ. അതായത് അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ ഒന്ന് ആലോചിച്ചു വേണം. അപ്പോൾ അവൾക്ക് വേറെ കുട്ടികളുണ്ടാവുന്നൊരു പിടിപാടും ഇല്ല. പക്ഷെ അവൾ പറഞ്ഞു, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ ആ കുട്ടിയെ സമർപ്പിക്കും ജീവപര്യന്തം. 2 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്കല്ല, ജീവപര്യന്തം എന്നാ പറഞ്ഞത്. കർത്താവ് പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, കൊടുത്ത കുട്ടിയുടെ പേര് സാമുവൽ പ്രവാചകൻ. പ്രാർത്ഥന കേട്ടു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്ര നീതിമാനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്തു. ആ കാലഘട്ടത്തിലെ ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ പ്രവാചകൻ. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ദൈവസന്നിധിയിലുള്ള തീരുമാനം
സമർപ്പണം. അപ്പോൾ ഹന്ന കാത്തിരുന്നുകൊണ്ട് ഹന്നയോട് ചോദിക്കുക, നിൻ്റെ അനീത്തിയാരോ അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ള എൻ്റെ ഭർത്താവിൻ്റെ മറ്റേ ഭാര്യയിൽ ഇത്രയധികം കുട്ടികളുണ്ടായെങ്കിലും അവൾ നിന്നെ കളിയാക്കിയെങ്കിലും നിനക്ക് എന്താണ് ഈ കാത്തിരിപ്പ് കൊണ്ട് കിട്ടിയത്? കാത്തിരിപ്പ് കൊണ്ടപ്പോൾ ഒരു കാത്തിരിപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയത് ദൈവത്തോടുള്ള ഭയം. ദൈവത്തിന് വേണ്ടി നേർന്നാൽ ദൈവം ഇനിയും ധാരാളമായി തരും. ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദൈവം എല്ലാത്തിനെയും മാറ്റിമറിക്കും. ഞാൻ പലപ്പോഴും ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് എന്നെ വിളിക്കും. കൂടുതൽ ഞാൻ അങ്ങനത്തെ ഇതിലെ പ്രസംഗിച്ചാണ്. ബർത്ത്ഡേ, ഭവന സന്ദർശനം, ഭവനം ഹൗസ് വാമിങ്, അത് അതിശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട് പണിതിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ദൈവനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിയോഗമാണ് കേട്ടോ. ഫിലിപ്പൈൻസുകാരുടെ വീട് അങ്ങനെയാണ്. വീട് പണിതിട്ടേക്കാം. ഞാനും ജോയ്സും ചെന്ന് അവിടെ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. നിയോഗമാത്. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, പാസ്റ്റർ, ദൈവം എത്താത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഈ ഭവനങ്ങളിൽ കയറി പാർക്കുമ്പോൾ ഉണ്ടല്ലോ പ്രാർത്ഥിപ്പിക്കും. ഞാൻ വിചാരിക്കും അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിൻ്റെ അനുഗ്രഹം, അവിടെ ചിലർ കർത്താവിലേക്ക് വരുന്ന അനുഗ്രഹം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തറക്കല്ലിടാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എല്ലാവരും സിമെൻ്റിടണം. എന്തുകൊണ്ട്? ഒരു ഭവനത്തിൻ്റെ കണ്ണികളാണ് എല്ലാവരും. അപ്പോൾ ഹന്ന കാത്തിരുന്നത് കൊണ്ട് ഗുണമുണ്ടായി. അടുത്ത ആൾ ദാവീദാണ്. ദാവീദിനെ കുറിച്ച് ചോദിച്ചാൽ, ദാവീദിന് സ്വന്തം അപ്പനോടും സ്വന്തം സഹോദരങ്ങളോടും മറുതലിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇല്ലേ? എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ ആരെ വിളിച്ചില്ലേ? ആലോചിച്ചോ. രണ്ടാം തരക്കാരനായിട്ട് കരുതി ആടിനെ മേയ്ക്കാൻ പറ്റും. സാമുവേൽ പ്രവാചകൻ വന്നിട്ട് ചോദിച്ചു, എൻ്റെ മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയേക്കണം കേട്ടോ. അത് മാത്രം ക്ലൂ പറഞ്ഞുള്ളൂ. കാരണം അത്രേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അതിലൊരാളെ രാജാവാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. നോക്കുമ്പോൾ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓരോരുത്തരും നോക്കുമ്പോൾ സാമുവേൽ പ്രവാചകന് തോന്നുന്നത് ഇവരുടെ ഉയരമൊക്കെയാണ്. ദൈവം പറയാ, അവൻ്റെ ഉയരമോ സൗന്ദര്യമോ അല്ല നോക്കുന്നത്, അവൻ രാജാവാകാൻ കൊള്ളാവുന്നതല്ല. നീ ഹൃദയം കൊണ്ട് നോക്കണം. നീ അകത്ത് നോക്കുന്നില്ല, ഞാൻ അകത്ത് നോക്കാം. അതായത് സാമുവേൽ പ്രവാചകനോട് കർത്താവ് പറയും, നീ പുറമേ ഉള്ളത് നോക്കുന്നു, ഞാൻ അകമേ ഉള്ളത് നോക്കുന്നു. ആരാണ് ദൈവഭയമുള്ളവൻ, ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് ഞാൻ നോക്കുന്നു, നീ പുറത്തും നോക്കുന്നു. ഇവരെയൊന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അവസാനം സാമുവേൽ പ്രവാചകനൊരു ചോദ്യം ചോദിക്കാം, ഇത്രയും മക്കളല്ലാതെ എനിക്ക് വേറെ മക്കളുണ്ട്? ജസ്സെ പോലെയുള്ള ബഹുമാന്യനായ ഒരു മനുഷ്യനോട് എല്ലാ മക്കളെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരിൽ ആരുമല്ല രാജാവ് എന്ന് മനസ്സിലായപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടാവുമായിരിക്കുമോ എന്ന സംശയം ആര് ചോദിച്ചു? പ്രവാചകൻ ചോദിച്ചു. അപ്പോഴാണ് ഈ അപ്പന് കാര്യം ബോധ്യം വന്നു. ഒരുത്തനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സാമുവേൽ പ്രവാചകന് മനസ്സിലായി, ഉറപ്പായിട്ട് അവൻ തന്നെയായി. അവൻ വന്നു. അവൻ വരുമ്പോൾ അവൻ കുളിച്ചിട്ടുണ്ടോ? അവൻ നല്ല വസ്ത്രം ഇട്ടിട്ടുണ്ടോ? ഇത് ചിന്തിക്കണോ. നല്ല വസ്ത്രം ഇട്ടിട്ടില്ല, കുളിച്ചിട്ടില്ല.
ആടിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഒരാളുടെ മണവും കൊല എന്താ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ദൈവം അവൻ്റെ വേഷവിധാനമോ അവൻ്റെ ആഢ്യത്വമൊന്നും അല്ല നോക്കുന്നത്. അവൻ ദൈവത്തെ എത്ര പ്രിയപ്പെട്ടവനാണെന്നാണ് നോക്കുന്നത്. അവിടെ വെച്ച് അവൻ അഭിഷേകം ചെയ്തു. എൻ്റെ വിഷയത്തിലേക്ക് വരിക, ദാവീദ് എപ്പോഴാണ് പിന്നീട് രാജാവാകുന്നത്? എത്ര 30 വയസ്സങ്ങണ്ടായി. അല്ല, അവനെ അത് അഭിഷേകം കഴിഞ്ഞിട്ട് 16-17 വർഷം ചിന്തിക്കേണ്ടതല്ല. രാജാവാക്കും ഇന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ദാവീദ് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ കാത്തിരിപ്പ്. ദാവീദ് നടത്തിയ കാത്തിരിപ്പ് എന്തെല്ലാം ദാവീദിനെ പഠിപ്പിച്ചു നിങ്ങൾക്കറിയാം. തൻ്റെ കയ്യിൽ തന്നെ അമ്മാനപ്പനെ കിട്ടി കൊല്ലാനായിട്ട്. കൊന്നോ? ഇല്ല. ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനെ ഞാൻ കൈവയ്ക്കില്ല എന്ന് പറഞ്ഞു. 2 ചാൻസ് കിട്ടി. ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലാണ്. തൻ്റെ കൂടെയുള്ള സ്നേഹിതന്മാർ മുഴുവൻ പൊട്ടന്മാരും ബുദ്ധിഭ്രമമുള്ളവരും ഒക്കെയായിരുന്നു. ഒരിക്കൽ ഞാനിങ്ങനെ നമ്മുടെ സഭയിലുള്ള ചിലവരെ വഴക്കടിച്ച് കൊണ്ടുപോയി വിടും. ഒറ്റയ്ക്കല്ല, ഓരോ കുടുംബം ഓരോ കുടുംബം. വലിയ മിടുക്കുള്ളവരും പത്രസുള്ളവരും ചിലരെ കൊണ്ടുപോയി. ചിലർ +2 പ്രിൻസിപ്പലായിരുന്നു, ഫാക്ടറി ഓണേഴ്സായിരുന്നു, ചിലർ കൂടുതൽ പണമുള്ളവരായിരുന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ഭാഗത്തിലൂടെ എനിക്ക് എന്നോട് ദൈവം ഇടപെട്ടു. നീ എന്തിനടാ എൻ്റെ സന്നിധിയിൽ നിന്ന് പറയുന്നത്? ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പൊട്ടന്മാരും കുരുടന്മാരും അങ്ങനെയുള്ളവരായിരുന്നു. പക്ഷെ ദാവീദിൻ്റെ കൂടെ നടന്നിട്ട് ദാവീദ് അവരെ കർത്താവിന് പ്രിയപ്പെട്ടവരാക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എത്ര വലിയ മിടുക്കന്മാർ പോയാലും സഭയിൽ നിൽക്കാൻ കഴിയുന്ന എളിമയുള്ളവരെ ശക്തിയോടെ ഉപയോഗിക്കാൻ ദൈവം എനിക്കൊരു അഭിഷേകം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വഴങ്ങണം. അതെ, എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ, ഞാൻ വേറൊരർത്ഥത്തിൽ പറഞ്ഞതാണ്, ഒരാൾക്ക് സന്തുഷ്ടിയില്ലാത്തവർ അല്ലേ, പിന്നെ ഞെരുക്കമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഉള്ള, ഭാരമുള്ള ഒരാളെ നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടാം, സന്തുഷ്ടിയില്ലാത്ത ഒരാളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു വിധത്തിലും തികഞ്ഞവരല്ലതാണ്. ശരിയല്ല. അങ്ങനത്തെ ഒരു കൂട്ടത്തെയാണ് ദാവീദ് കൊണ്ടുപോയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദാവീദ് അവരെ ദൈവത്തിലുള്ള ആശ്രയം പഠിപ്പിച്ചു എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നമുക്ക് മിടുക്കന്മാരെയല്ല ആവശ്യം. ഏത് പ്രയാസത്തിൻ്റെ മധ്യയും ദൈവത്തിനോട് വിശ്വസ്തരായിരിക്കുന്നവർ ദൈവം ഉപയോഗിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ദാവീദിൻ്റെ ഭാഗത്ത് തെറ്റു പറ്റിയെങ്കിലും താൻ മാനസാന്തരപ്പെടാനിടയിൽ. ദാവീദിൻ്റെ ഭാഗത്ത് താൻ പലരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി, ഗോലിയാത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എങ്ങനെയാണ് തന്നേക്കാൾ ശക്തരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ ദാവീദ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല നടന്നത്. ഒരു കാത്തിരിപ്പ്. ദാവീദിൻ്റെ പ്രാർത്ഥന എങ്ങനെ ദാവീദ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച് ദാവീദിനെ പോലെ ഈ സങ്കീർത്തനം എഴുതിയ ഒരാളുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അതിശയം തോന്നി. അടുത്തത് ജോസഫിനെ കുറിച്ച്.
ഈ ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. ഒരു സ്വപ്നമല്ല, വരാൻ പോകുന്ന കാര്യത്തിൽ ദൈവം എങ്ങനെ ജോസഫിനെ ഉപയോഗിക്കുമെന്നാണ് കണ്ടത്. താനങ്ങടെ അപ്പാടെ വിശ്വസിച്ചു. അപ്പനോടും പറഞ്ഞു, മക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞു. ഒറ്റ കാരണ നിമിത്തമാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. കൊല്ലാനാണ് ശ്രമിച്ചതെങ്കിലും ദൈവം ഒരു പോക്കുവഴി കൊടുത്തു. ദൈവം എപ്പോഴും അങ്ങനെയാണ്, നശിച്ചു പോകാൻ അനുവദിക്കില്ല. ഒക്കെ എല്ലാവരും കൂടി കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഒരുത്തൻ്റെ ഹൃദയത്തിലൊരു ഇത് കൊടുത്തു, കൊല്ലണ്ട, ഒട്ടക്കണത്തിലിടാം. അവിടെ കിടന്ന് ഭക്ഷണമില്ലാണ്ട് ചാവട്ടെ എന്നായി. എന്നാലും രക്തക്കറ കയ്യിൽ വരില്ലേ എന്നാലോചിച്ചോ. അന്ന് കാലത്തൊരു പൊട്ടക്കിണറ്റിൽ, ശബ്ദം കരഞ്ഞാൽ പോലും കേൾക്കാത്തൊരു പൊട്ടക്കിണറ്റിൽ ജോസഫിന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്? ഈജിപ്തുകാരായ അടിമകളെ മേടിക്കുന്ന ആൾക്കാർ വന്നു. അവർക്ക് തോന്നി ദൈവം അവരുടെ ഹൃദയത്തെ തിരിക്കണേ. ദൈവം എപ്പോഴും ഹൃദയത്തെ തിരിക്കുന്നത് ദുഷ്ടനോട് കർത്താവ് ആ ചിന്തയിലാണ് തിരിക്കുന്നത്. നീ ഇവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ എന്താ കാര്യം? വിറ്റ 30 രൂപയും കൂടി കിട്ടില്ലേ? അത് 30 വെള്ളി നാണയങ്ങൾക്ക് വിലയുണ്ട് കേട്ടോ. ഇത് പറഞ്ഞു, ഇവിടെ ഒരു അടിമയുണ്ട്, അവനെ ഞങ്ങൾ തരാം, പൈസ തരാം, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റണത്. എത്ര നാണയം കൊടുത്തതെന്നറിയോ? 20. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്താണാവും കർത്താവ് 20 നാണയം കൊടുക്കുന്നത്? ജോസഫ് കർത്താവിന് പ്രതിപുരുഷനെ പോലെയാണ് നിൽക്കുന്നത്. 30 വെള്ളിക്കാശല്ലേ അടിമയുടെ വില, പിന്നെന്ത് 20? ഒറ്റ പുസ്തകമില്ല എൻ്റെ കയ്യിൽ, ശ്രദ്ധിക്കണം. അന്ന് ഒറ്റ റെഫറൻസ് ബുക്കില്ല, ഒരു പഴയ ബൈബിള് മാത്രമേ. പക്ഷേ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കാം. ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഒട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മുറിവും ഏറ്റു, പെയിൻറ്റും പോയി. പുറത്തൊക്കെ ഇറക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് തരില്ല, ഞങ്ങൾ 20 വെള്ളിക്കാശാറുള്ളൂ, 20 കൊണ്ടുവെക്കണം പറഞ്ഞു വിട്ടു. പരിശുദ്ധാത്മാവ് പറഞ്ഞേട്ടാ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ കടന്നുപോയി. അവൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് എന്തെങ്കിലും നടന്നോ? ജോസഫിനോട് ചോദിക്കുക, ജോസഫേ, പോത്തിഫറിൻ്റെ ഭവനത്തിൽ, ജയിലിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിക്കാരായ സ്നേഹിതരുടെ മധ്യേ നീ ആയിരുന്നപ്പോൾ, കാത്തിരുന്നപ്പോൾ നീ എന്തു പഠിച്ചു? അവനൊരു കാര്യം പറയും, പ്രാർത്ഥിക്കാൻ പഠിച്ചു, കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു. പ്രാർത്ഥിക്കുന്നവർക്കല്ലേ വെളിപ്പാടുകൾ വ്യാഖ്യാനിക്കാൻ പറ്റും, അല്ലേ? അവനെ വിളിച്ചിട്ട് രാജാവ് ചോദിക്കുക, നിനക്ക് വരങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ കേട്ടു. ദാനിയേലും അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ദാനിയേലോട് പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ കഴിവില്ല. സ്വർഗത്തിൽ ദൈവം പറഞ്ഞാലുള്ള കഴിവല്ലാതെ എനിക്കൊരു കഴിവില്ലെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്തായാലും പറയുന്നു. ചിന്തിക്കണം, ഒരു ദൈവഭക്തൻ്റെ വളർച്ചയാണ്. ഒന്നും എൻ്റെ സ്വന്തമല്ല, എല്ലാം എനിക്ക് ദൈവം തന്നത്. ജയിലഴിക്കുള്ളിലും പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം ആരൊരാൾ പ്രസംഗിച്ചു, ആരാഞ്ഞ നമ്മുടെ മനസ്സിനെ തടവിലാക്കരുത്. ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യരുത്? തടവിലാക്കരുത്. നമ്മുടെ മനസ്സിന് തടവിലാക്കരുത്. പൗലോസ് സീലാസ് ജയിലിൽ കിടക്കുമ്പോഴും അവർ മനസ്സിന് തടവിലാക്കിയില്ല. അതുകൊണ്ട് അവർ യജമാനെന്ന് വിളിച്ചത്. തടവിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ ജീവൻ്റെ യജമാനന്മാരെ അവർക്ക് മനസ്സിലായി.
അയാൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജോസഫ് തടവിലാണെങ്കിൽ സകലത്തിൻ്റെ അധിപനായ ദൈവത്തിൻ്റെ കാര്യവിചാരകനായി. പോത്തിഫർ ചോദിച്ചപ്പോൾ എല്ലാത്തിനും മറുപടി പറഞ്ഞു. തൻ്റെ ജീവിതത്തെ തെളിയിച്ചു. തൻ്റെ ഭാര്യ മർദ്ദലിച്ചു എന്നോ എതിർത്തു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ കൂടെയുള്ള ജോലിക്കാർ ദൈവഭയമില്ലാത്തവനെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത കാര്യങ്ങളെ ചൊല്ലി പോത്തിഫർ സന്തോഷിക്കാനിടയായി. തൻ്റെ അപ്പനും തൻ്റെ സഹോദരങ്ങൾക്കും പാർക്കാനും വർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. ഒന്നും വേണ്ട. ഒരു കാര്യം വായിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ ജോസഫിൻ്റെ അടുത്തേക്ക് ജോസഫ് വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് ഒരു സൂത്രമൊക്കെ പ്രയോഗിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ ഇതൊക്കെ എടുത്തു വെച്ചു. സത്യത്തിൽ ജോസഫ് ഒരു സൂത്രമാണ് ചെയ്തത്, അതോ ജോസഫിന് ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു? ആർക്കെങ്കിലും പറയാൻ അല്ല. ഈ ഞാൻ കിടന്നോളുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ജോസഫിന് പകരമായിട്ട് ജയിലിൽ കിടന്നോളാം, സോറി ഇളയവന് പകരമായിട്ട് ഞാൻ കിടന്നോളാമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ജോസഫ് പറഞ്ഞു, അത് പറ്റില്ല, അവൻ തന്നെ കിടക്കും. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അനിയനെ കണ്ടില്ലെങ്കിൽ അവർ തങ്ങൾ ചില തെറ്റ്, തങ്ങളറിയാതെ തങ്ങളുടെ ധാന്യങ്ങളിലുണ്ടായിരുന്ന സമ്പത്ത് എന്താണെന്ന് തുറന്നു പറയാനിടയിൽ ഇതിലൂടെ തങ്ങൾ സത്യസന്ധരാകുവാൻ ഒരു മനം തിരിയാനായിട്ടിടയിൽ ഇത് മാത്രമല്ല, തൻ്റെ സഹോദരങ്ങളെ താൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ആ മേശമേരുത്തി. മൂത്തവൻ, രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ, നാലാമത്തവൻ അവരത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സാധിച്ചു? അവസാനം അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പേടിച്ചു. ഈ സഹോദരങ്ങൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുമോ? ഇവിടെയാണ് ജോസഫിനോട് ഒരു ചോദ്യം. ജോസഫിന് ഈ കാത്തിരിപ്പ് കൊണ്ട് എന്തു പഠിച്ചു? ഇതുവരെ ബൈബിളിൽ ഒരു ഉത്തരം ഞാൻ കണ്ടിട്ടില്ല. ജോസഫ് പറയാം, ഞാൻ ഒരിക്കലും നിങ്ങളോട് പ്രതികാരം ചെയ്യില്ല, ഞാൻ ഒരിക്കലും നിങ്ങളോട് പ്രതികാരം ചെയ്യില്ല. നിങ്ങളെന്നെ വിറ്റ് കളഞ്ഞതും ഞാൻ ഇവിടേക്ക് വന്നതും നിങ്ങളുടെ ക്ഷാമം തീർക്കാനും നമ്മുടെ കുലത്തെ രക്ഷിക്കാനും അനുഗ്രഹിക്കാനുമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാർക്ക് പറയാൻ പറ്റും? അതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് കൊണ്ടുണ്ടായ ഗുണം. ശാപവാക്കില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയായിക്കൊണ്ട് അത്രയും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ജോസഫിൻ്റെ ജീവിതത്തിൽ നടന്നു. അതിനെന്താവശ്യം ഉണ്ടായിരുന്നു?
കാത്തിരിപ്പ് ആവശ്യമുണ്ടായിരുന്നു. അതിനിപ്പോൾ ഇത്ര ആൾക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇനിയും ആൾക്കാരുണ്ട്. ജോബിനെ കുറിച്ച് പറയാനുണ്ട്, മോശയെക്കുറിച്ച് പറയാനുണ്ട്. മോശയെക്കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. മോശ ഒരു കാര്യം പറഞ്ഞു, അങ്ങൻ്റെ കൂടെ ഇല്ല എങ്കിൽ ഞാൻ പുറപ്പെടില്ല. മോശയോട് ചോദിക്കുക, മോശെ ഈ പുറപ്പെട്ടതൊക്കെ കർത്താവ് കൂടി തന്നെയായിട്ടാണ്. മോശ പറയും, ആദ്യമൊക്കെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ കഴിവിൽ ആശ്രയിച്ചു, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു, ഞാൻ നടപ്പാക്കി. ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ കൂടി ഉണ്ടെന്ന് വിചാരിച്ച് ഞാനാണ് ചെയ്തത്. ദൈവത്തോട് ആലോചന പോലും ചോദിച്ചില്ല. എന്നിട്ടാണ് പിന്നെ സാന്നിധ്യം. പക്ഷേ ജത്രോയുടെ ആടുകൾ 40 ആണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് ആ ഉൾപ്പടർപ്പിലെ തീയുടെ മധ്യത്തിൽ തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അത്രയും മോശയെക്കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ 40 വർഷ സമയം. ഇനി താൻ കല്യാണം കഴിച്ചത് ജത്രോയുടെ ഒരു മോളെയാണ്, സിപ്പോറ. അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആരും കൂടെയുണ്ട്, സിപ്പോറ കൂടെയുണ്ട്. സിപ്പോറയ്ക്ക് മോശയെ വളരെ ബഹുമാനമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ നാട്ടിൽ പോവില്ല എന്ന് പറഞ്ഞു. ഇല്ലല്ലോ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരു ദൂതൻ വന്ന് മോശയെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവൾ കാണുക. ഉടനെ അവൾ പറയാം, ഒരു കൽക്കത്തി എടുത്ത് അവൾ പറയാണ്, നീ എനിക്ക് രക്തഭർത്താവാകും. ആര് നിർബന്ധിക്കാതെ തന്നെ അവൾ മാനസാന്തരപ്പെടാറുണ്ട്. കേൾക്കണം, മോശയ്ക്ക് വേണമെങ്കിൽ തല്ലിപ്പഴിപ്പിക്കാം. ശരി, അതായത് ക്ഷമയുടെ എല്ലാം പഠിച്ചു. ആരും മോശം ആൾക്കാരുടെ എതിർപ്പിൻ്റെ മധ്യത്തിൽ എങ്ങനെ പെരുമാറാമെന്ന് പഠിച്ചു, എങ്ങനെ കാര്യങ്ങൾ നടത്താമെന്ന് പഠിച്ചു. ഇതെല്ലാം മോശ പഠിച്ചു, ജോബ് പഠിച്ചു. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ക്ഷമയുടെ അവസ്ഥ വന്നാൽ അതുകൊണ്ട് ദൈവം നമുക്ക് പഠിപ്പിക്കാവുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കാം. എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ ഈ ദൈവത്തെ കാത്തിരിക്കുന്നത് മൂലം, അല്ലെങ്കിൽ നമ്മൾ സമയം വൈകിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം ദൈവം നമ്മെ നിരാശപ്പെടുത്തില്ല. ഒന്നാമത്തെ കാര്യം, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാൽ, നന്മ ചെയ്യുകയും നാം അടുത്തു പോകരുത്, തളർന്നു പോകാൻ തക്ക സമയത്ത് നാം കൊല്ലും. കേട്ടോ, നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊല്ലും. ശ്രദ്ധിക്കണമേ, ഒരു ഉപദേശവും ഒരു കണ്ടീഷനും പറഞ്ഞേക്കാം. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊല്ലും. അപ്പോൾ കർത്താവിൻ്റെ ബലമുള്ള കൈക്ക് താഴ്ന്നിരിപ്പിൻ തക്ക സമയത്ത് ഉയർത്തും എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്താലത് കിട്ടാം. തളർന്ന് നന്മ ചെയ്യും വേണം, രണ്ട് കാര്യങ്ങൾ. തളർന്നു പോകരുത്, നന്മ ചെയ്യണം, തളർന്നു പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാത്തിരിപ്പിൻ്റെ മധ്യേ നാം ഒരിക്കലും അത് വിട്ടുകളയരുത്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് കാത്തിരിപ്പിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ കാത്തിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നൊരു സമയമുണ്ട്. കേട്ടോ,
ഇസ്ഹാക്കിന് തരുന്നൊരു സമയമുണ്ട്. അതിന് മുന്നോ പിന്നോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കാനിടയിൽ ജോസഫിനോട് ചോദിക്കുക, ജോസഫ് നീ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ ജയിലിൽ കിടന്ന്. ജോസഫ് നീ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? പല ആൾക്കാരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഫറവോ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ, ഫറവോ സ്വപ്നം കാണുന്ന സമയത്ത് ജോസഫ് ജയിലിലില്ലായിരുന്നെങ്കിൽ ജോസഫിന് പ്രധാനമന്ത്രിയാവാൻ പറ്റുമോ? നിങ്ങൾ പറയും. ദൈവത്തിന് നമ്മൾ ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മെ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തിയില്ല. അതുകൊണ്ടാണ് ഫറവോ പറഞ്ഞത്, നിന്നേക്കാൾ ബുദ്ധിമാനായ, നിന്നേക്കാൾ കാര്യപ്രാപ്തിയുള്ള ഒരാൾ പോലും എവിടെയില്ല. അതുകൊണ്ട് നീ തന്നെ എന്ത് ചെയ്താൽ മതി? പ്രധാനമന്ത്രി, എൻ്റെ കിരീടം മാത്രം നിന്നേക്കാൾ വലുതുള്ളൂ. ഐ വിൽ മേക്ക് യു ഇത്ര പൊസിഷനിലാക്കും. പെർഫെക്റ്റ് ടൈമിങ്സ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഡാനിയ മൻപോളോട് പറഞ്ഞു, നീ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിന്, നീ കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ദൈവം എന്ത് ചെയ്യില്ല, നിന്നെ വേദനിപ്പിക്കില്ല. വൈകിയാലും ദൈവം നിനക്ക് എന്ത് ചെയ്യും? നിന്റെ ഞാൻ പറയട്ടെ, കൃപാവരങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഫ്രീ ആയിട്ട് നൽകും. കൃപാവരം നോക്കിയിട്ട് നമുക്കൊരാളുടെ എന്തെടുക്കാൻ പറ്റില്ല, ആത്മീയ വളർച്ച എടുക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോടു കൂടിയാണ് അത് കിട്ടുക. പ്രത്യേകം ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഡാനിയോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അവളോട് പറഞ്ഞു, വിവാഹം വൈകുന്നത് കൊണ്ടോ ഒന്നും നീ ഭാരപ്പെടണ്ട. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിങ്സും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. അടുത്ത കാര്യം, സദൃശവാക്യം 16:32 വായിച്ചാൽ, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഈ സദൃശവാക്യം ഈ ക്ഷമയുള്ളവരോട് കുറിച്ച് പറയുന്നു. ഒന്നുകൂടി വായിച്ച്. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. പട്ടണം പിടിക്കുന്നവൻ ചില്ലറക്കാരനാണ്, യുദ്ധവീരൻ ചില്ലറക്കാരനാണ്. പക്ഷെ അവരെക്കാൾ ശ്രേഷ്ഠനാണ് ആര് എന്ന് പറഞ്ഞാൽ, ദീർഘക്ഷമയുള്ള ഒരു വ്യക്തിക്ക് ആളെ ബൈബിൾ കാണിക്കുന്നത് യുദ്ധവീരനേക്കാളും പട്ടണം പിടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമയുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാവാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യം, ഈ ദീർഘക്ഷമയുള്ളവൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയും? അവന് അവൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കോപത്തെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മളെ ദേഷ്യപ്പെടുത്തുന്നവർക്ക് നേരെ ദേഷ്യപ്പെടുകയല്ല. ബൈബിൾ പറയുന്നു, തനിക്കെതിരെ വന്നവരോട് ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, അല്ലേ? അതുപോലൊരു അവസ്ഥയ്ക്ക് പറയുന്നത് ദീർഘക്ഷമമാണെന്ന്. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത കാര്യം, ദീർഘക്ഷമയുള്ളവന് വാക്തത്വങ്ങളെ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ പറ്റും. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അത് തെളിയും. ഹന്നയുടെ ജീവിതത്തിൽ സാമുവൽ, മോശയുടെ ജീവിതത്തിൽ അങ്ങനെ, ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ, എല്ലാവരുടെ ജീവിതത്തിലും
ദീർഘക്ഷമയോട് നിന്നപ്പോൾ പ്രാപിക്കാതിരുന്നിട്ടില്ല, പ്രാപിച്ചു. ചില ആൾക്കാർ പറയും ക്ഷമയില്ലാത്ത പാസ്റ്റർമാരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാം. ക്ഷമയില്ലാത്ത പാസ്റ്റർമാർ പറയും പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ, ഇപ്പം പ്രാപിച്ചോ. ഇപ്പം പ്രാപിക്കാവുന്നതാണോ പല കാര്യങ്ങളും? ഇവരാരെ പറ്റിക്കുന്നത്? മാനസാന്തരപ്പെടാതെ, കർത്താവിനെ കാത്തിരിക്കാതെ, കർത്താവിൻ്റെ വഴി നടക്കാതെ, സുവിശേഷ വേല ചെയ്യാതെ ഇപ്പം പ്രാപിച്ചു എന്ന് പറയുന്ന ആ പ്രാപിക്കൽ ദൈവവചന പ്രകാരമുള്ളതാണോ? അത് ഈ ഫാസ്റ്റ് ഫുഡിൽ ചെന്നിട്ട് ഇപ്പം എടുത്തോ കുഴിമന്തി, ഇപ്പം എടുത്തോ ഇന്നത് എന്ന് പറയുന്നത് പോലെ. ഇനിയുള്ള കേരളത്തിൻ്റെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഈ കുഴിമന്തിയും അൽഫാമും ഇതൊക്കെ കഴിച്ചിട്ട് ചെറുപ്പക്കാർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അവരുടെ മസിൽ കൂടാനും അവരുടെ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങൾ വരാനും ഒക്കെ ഇടാൻ സാധ്യതയുണ്ട്. എത്ര പറഞ്ഞാലും ഇത് സമ്മതിക്കില്ല. കാരണം അതുപോലത്തെ രുചികരമായ സാധനങ്ങൾ ചേർത്തിട്ട് ഇത് തരുന്നത്. ഇനി ഇത് തന്നെ മതി. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയാം എനിക്ക് മന്തിയും അൽഫാമും ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാം. ഇത് ഒരു ആത്മീയ വിഷയത്തിലുമുണ്ട്. പ്രാപിച്ചോ 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 എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ അവസ്ഥയിലുമുണ്ട്. പക്ഷേ നമുക്ക് പ്രാപിക്കാനുള്ളത് കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെക്കുറിച്ച് പോലെ ചിറകടിച്ചു വരും. ഇനി അടുത്ത അവസാനത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം, ഈ ദീർഘക്ഷമം നമ്മെ സൂക്ഷിക്കും. ഏത് കാര്യത്തിലാണ് സൂക്ഷിക്കുക എന്നറിയാം? നമ്മൾ ഉറപ്പില്ലാത്ത, നമ്മൾ തയ്യാറാകാത്ത, നമ്മൾ നേരിടാൻ കഴിയാത്ത ബലഹീനതയിൽ നിന്ന് ദൈവം നമ്മെ സൂക്ഷിക്കും. എങ്ങനെയെന്ന് പറയാം. നമ്മൾ ശ്രദ്ധയ്ക്ക് പോകണം. അവിടെ ചെന്ന് എന്താ പറയേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചില ആൾക്കാർ വിദേശത്ത് പോകും. എൻ്റെ ഇളയമ്മ പോയി, അമേരിക്കയിലേക്ക് പോയപ്പോൾ മോനൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. രോഗിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എവിടെ ചെന്നാൽ എയർപോർട്ടിൽ ചെന്നാൽ അവർ വീൽ ചെയറിൽ നമ്മളെ കൊണ്ടുപോകും. പിന്നെ നമ്മളൊന്നും അറിയണ്ട, അങ്ങനെയോട് പോയിക്കോളും. ഒരു സൂത്രമാണ്. നടക്കാൻ കുഴപ്പമില്ലാത്ത ആളല്ല. എൻ്റെ കുഞ്ഞച്ചൻ UK പോയി തിരിച്ചു വന്നിട്ട് ഈ വീൽ ചെയറിലാണ് മുഴുവൻ പറഞ്ഞത്. കാരണം പുള്ളിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല, ഇംഗ്ലീഷ് സംസാരിച്ചാലും അറിയില്ല. UK നിന്ന് എവിടേക്കൊക്കെ വന്നിട്ടായിരിക്കാം പറഞ്ഞത്. സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വീൽ ചെയറിൽ നിന്ന് ഒറ്റ ഓട്ടം. തമാശ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതേ. അതായത് നമ്മൾ റെഡിയല്ലാത്ത സമയത്ത് ദൈവം നമ്മെ എന്ത് ചെയ്യും? ഒരു വീൽ ചെയർ വരുന്നല്ല അതിനർത്ഥം. നമ്മെ സൂക്ഷിക്കും. മോശയോട് ചോദിക്കുക, മോശേ നീ കാത്തിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? മോശ പറയും, എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു, എൻ്റെ കഴിവുകൊണ്ട് പലതും ചെയ്തതാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. ദാവീദിനോട് ചോദിക്കുക, ദാവീദേ നീ രാജാവായി സമ്മതിച്ചു, അഭിഷേകം ചെയ്ത് ഇത്രയും വർഷം കഴിഞ്ഞു, ഈ വർഷം കൊണ്ട് നീ എന്ത് സമ്പാദിച്ചു, എന്ത് മനസ്സിലാക്കി? അപ്പോൾ പറയും, ശത്രുവിനെ സ്നേഹിക്കാൻ മനസ്സിലാക്കി, ശത്രുവിന് വേണ്ടി ശത്രുവിനെ ക്ഷമിക്കാൻ മനസ്സിലായി, മറ്റുള്ളവരെ സ്നേഹിച്ച് വഴി നടത്താനിടയായി. ഹന്നയോട് ചോദിക്കുക, ഹന്നെ
നീ ഇത്രയും കാത്തിരുന്നുകൊണ്ട് എന്തിനു? ഹന്ന പറയും, ദൈവം തന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ കരത്തിലെ ഏറ്റവും സുരക്ഷിതത്വം. ഞാൻ ഈ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ ഞാൻ മറന്നുപോയി. ഞാൻ പറയാറുണ്ട്, ഈ ബർത്ത്ഡേക്ക് പോകുമ്പോഴും വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ചില ആൾക്ക് ഹോം സിക്നെസ്സാണ്. അപ്പനും അമ്മയും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കാനായിട്ട് പോകുന്ന സ്ഥലത്ത് ഹോസ്റ്റൽ വാർഡനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ സാമുവേൽ പ്രവാചകന് ആ പള്ളിയിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയത്? പള്ളിയിലുള്ള ദൈവസാന്നിധ്യം തന്നെ, ഹന്നയുടെ അടുത്തുള്ളതും ദൈവസാന്നിധ്യം തന്നെ. അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥന ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഒന്നും തന്നെ. അതുകൊണ്ട് ഹോം സിക്നെസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഹന്നയിലൂടെ സാമുവേലിന് ഹോം സിക്നെസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആലയത്തിൽ വന്നപ്പോൾ ആർക്ക് ഹോം സിക്നെസ് ഇല്ല? സാമുവേലിന് ഹോം സിക്നെസ് ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പോൾ ഈ പറയുന്ന പേഷ്യൻസ്, കാത്തിരിപ്പ്, നാം തയ്യാറാകാത്ത പല സന്ദർഭങ്ങളിലും ദൈവം നമ്മെ സൂക്ഷിക്കും. ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിന് ഈ രാജ്യം ഭരിക്കാനുള്ള പ്രാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പല വഴിയിലൂടെ ഉപയോഗിച്ചു. ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനാണെന്ന് ആദ്യം നോക്കി. ആരും ഉണ്ടായില്ല കൂടെ. പോത്തിഫറിൻ്റെ ഭാര്യ മാത്രം ഒരു വ്യക്തിയായിട്ട് വന്ന് എന്ത് ചെയ്തു? പാപത്തിലേക്ക് വീഴിക്കാൻ നോക്കി. വീണില്ല, വ്യക്തിപരമായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, വ്യക്തിപരമായിട്ട് നമ്മൾ തയ്യാറാവാതിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും വീണു പോകാൻ ഇരുന്ന, പരാജയപ്പെടാനിരുന്ന പല സ്ഥലത്തുനിന്നും ദൈവം നമ്മെ സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ദൈവമേ, പല ജീവിതത്തിലെ പല കാര്യത്തിലും ദൈവം എന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കുറച്ച് വൈകിയെന്ന് വിചാരിച്ച് ഞാൻ നിരാശപ്പെടില്ല, ഞാൻ തളർന്നു പോവില്ല, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് തോന്നി ക്ഷമ എനിക്കില്ല എന്ന്. ഇതിങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി സ്റ്റിച്ച് ഇടേണ്ടി വന്നു. 3 വൂണ്ട് വന്നു. വിചാരിക്കുന്ന എളുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നില്ല. വിചാരിക്കുന്ന എളുപ്പത്തിൽ ഇത് സൗഖ്യമാവുന്നില്ല എന്ന് തോന്നുന്നു. വിചാരിക്കുന്ന എളുപ്പത്തിൽ ഓടി നടക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ പ്രയാസം. ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ക്ഷമ പഠിക്കണം. ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഇവിടെ വന്നിട്ട് ബൈബിളില്ല കയ്യിൽ. എനിക്ക് വേണ്ടി ചില ആലോചനകളെ പറഞ്ഞു. ജോയ്സിനോടെ പറഞ്ഞു. ജോയ്സ് ആ ബൈബിളിൽ എടുത്ത് വായിച്ചു. ജെറമിയ പുസ്തകത്തിൽ നിന്ന് വാക്യം 2-3 വാക്യങ്ങൾ എടുത്തു വന്നു. ഇപ്പോൾ നിൽക്കുക അല്ലേ? ജെറമിയ പുസ്തകത്തിൽ നിന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞു. ദൈവം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. എന്ന് വിചാരിച്ച് നമ്മളെ നിശബ്ദനാക്കാനും മിണ്ടാതാക്കാനും ഒരു ഉദ്ദേശമേ ഇല്ല. എനിക്കത് പൂർണ്ണ നിശ്ചയം. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കും. ഇന്ന് പഠിപ്പിച്ചതായ വിഷയം, പഠിച്ചതായ കാര്യങ്ങൾ ഞാൻ വളരെ കുറവായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ദൈവഭക്തൻ്റെ ജീവിതത്തിൽ നോക്കിയാലും നമ്മളീ പറഞ്ഞ ജോസഫിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ജോബിനെക്കുറിച്ചും
അബ്രഹാമിനെക്കുറിച്ചും ഒക്കെ നോക്കിയാൽ അവരുടെ ജീവിതത്തിലൊക്കെയും കാത്തിരിപ്പുണ്ട്. ക്ഷമ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കണം. കാത്തിരിപ്പ്, വെയിറ്റിംഗ് ഒപ്പം ദ കർത്താവിനെ കാത്തിരിക്കുന്നവർ എന്നാ പറയണേ കേട്ടോ. കാത്തിരിക്കുന്നവർ. ആ കാത്തിരിക്കുന്ന അനുഭവം ഉണ്ടായാൽ നമ്മുടെ മക്കളുടെ മേലുള്ള അനുഗ്രഹം, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള അനുഗ്രഹം, നമ്മുടെ ദേശത്തിൻ്റെ മേലുള്ള അനുഗ്രഹം, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ തന്നെ പ്രവർത്തിക്കാൻ ദൈവം